Devan, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9th ചാപ്റ്റർ ആയ ഇന്റർനെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിന്റെ പാർട്ട് 1-ൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇന്റർനെറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം. Can you imagine life without the internet? ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ മാനേജ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇത് ഇല്ലാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ഡെയിലി ലൈഫിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെക്ക് അവർ എക്സാം റിസൾട്ട്, നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. ചെക്ക് അവർ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഓൺലൈൻ പർച്ചേസിംഗ്, അതുപോലെ വാച്ച് ദി കറന്റ് ന്യൂസ്. ഇതിനെല്ലാം നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇന്റർനെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററി എന്താണ്? ഹിസ്റ്ററി ജസ്റ്റ് നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററിയെ കുറിച്ച്. ഓക്കെ, ഫസ്റ്റ്ലി ദി ഇന്റർനെറ്റ് വാസ് എ സ്മോൾ നെറ്റ്വർക്ക്. ആദ്യകാലങ്ങളിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ വൈഡ് ആയിട്ടില്ല, ജസ്റ്റ് ചെറിയൊരു നെറ്റ്വർക്ക് മാത്രമായിരുന്നു. ഓക്കെ, അത് ആർക്കു വേണ്ടി മാത്രമായിരുന്നു? ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസിന് വേണ്ടി മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് ആ ഒരു ചെറിയ ഇന്റർനെറ്റ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അതിന് അന്നത്തെ കാലത്ത് ഒരു നെയിം ഉണ്ടായിരുന്നു, അതായിരുന്നു അർപ്പാനെറ്റ്. എന്തായിരുന്നു? അർപ്പാനെറ്റ്. ഈ അർപ്പാനെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സ്പാൻഷൻ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചേ മതിയാവും. ഓക്കെ, എന്താണ് അർപ്പാനെറ്റിന്റെ എക്സ്പാൻഷൻ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഇതായിരുന്നു അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ആര് യൂസ് ചെയ്തിരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ നെറ്റ്വർക്ക്. ദാറ്റ്സ് കോൾഡ് അർപ്പാനെറ്റ്. ഓക്കെ, ഇനി ഈ അർപ്പാനെറ്റിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. ആ മാറ്റങ്ങളാണ് താഴെ നമ്മൾ ജസ്റ്റ് പറയുന്നത്. ഇൻ 1948 ദി മിലിറ്ററി നെറ്റ്വർക്ക് സ്പ്ലിറ്റ് ഫ്രം അർപ്പാനെറ്റ്. അതായത് അർപ്പാനെറ്റ് എന്ന പുതിയ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു 1948. ഓക്കെ, അതെന്താ പേരിൽ അറിയപ്പെട്ടു? മിൽനെറ്റ്. ഓൺലി ഫോർ അമേരിക്കൻ മിലിറ്ററി. അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടി മാത്രം ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തു. പിന്നെ മറ്റുള്ള നെറ്റ്വർക്കൊക്കെ ഇന്റർനെറ്റ് പൊതുവെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അതാണ് അതിന്റെ സ്പ്ലിറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അർപ്പാനെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അർപ്പാനെറ്റിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ദി ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡിലെ ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം ഏതായിരുന്നു? അർപ്പാനെറ്റ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാളുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മിസ്റ്റർ വിന്റൺ ഗ്രേ സർഫ്. അദ്ദേഹം എങ്ങനെ കൺസിഡർ ചെയ്യപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? മിസ്റ്റർ വിന്റൺ ഗ്രേ സർഫ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു നെയിം ഓർത്തിരിക്കും. ഓക്കെ, അടുത്തത് മറ്റൊരു ആളെ കുറിച്ച് നമ്മൾ പറയുന്നത് ടിം ബേണേഴ്സ്-ലീ. 1989 ടിം ബേണേഴ്സ്-ലീ ആണ് എന്ത് പ്രപ്പോസ് ചെയ്ത്? ഒരു പുതിയ ഐഡിയ പ്രപ്പോസ് ചെയ്ത്, അതായത് വേൾഡ് വൈഡ് വെബ്. അപ്പൊ അതും നെയിം ഓർത്തിരിക്കുക. വേൾഡ് വൈഡ് എന്ന ഐഡിയ പ്രപ്പോസ് ചെയ്ത ആളുടെ നെയിം ഓർത്തിരിക്കുക. ടിം ബേണേഴ്സ്-ലീ ആണ് ആ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പുള്ളിക്കാരന്റെ ടീമും പുതിയൊരു ഐഡിയ ഇൻവെന്റ് ചെയ്തു. ആ ഐഡിയ ആയിരുന്നത് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അതെന്തിനെ
കൺട്രോൾ ചെയ്യാനായിരുന്നു? ഫോർ സെർവർ ആൻഡ് വെബ് ബ്രൗസർ. ഓക്കെ, സെർവറിനെയും വെബ് ബ്രൗസറിനെയും കൺട്രോൾ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. ആ ഐഡിയ ആയിരുന്നു എന്ത്? HTTP എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് in 1998 ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നൊരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു. എന്തിനു വേണ്ടി? ഓവറോൾ കൺട്രോൾ ഓഫ് ദി ഇന്റർനെറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ഇത് ഇന്റർനെറ്റ് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു ഓർഗനൈസേഷൻ കുറെ പോളിസീസ് ഡെവലപ്പ് ചെയ്തു. ഈ പോളിസീസിന് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? URL കൺട്രോൾ ചെയ്യുന്നു. URL മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള കുറെ പോളിസി, ഹൗ ടു യൂസ് എന്ന കുറെ ഈ പോളിസീസ് ആര് ഡെവലപ്പ് ചെയ്തു? ഈ ICANN, അതായത് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ ബേസ് ആണ് ഇപ്പോഴും എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്റർനെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ജസ്റ്റ് ഒരു ഹിസ്റ്ററി, ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 3 ടൈപ്പ് ഇന്റർനെറ്റിനെ പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ് ആക്ച്വലി ഇത്. ഏതൊക്കെയാണ്? വൺസ് അഗൈൻ, ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഇന്റർനെറ്റ്. എന്താണ് ഇന്റർനെറ്റ്? ഓക്കെ, ഇന്റർനെറ്റ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അതായത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക്. ഓക്കെ, അതായത് ഈ ഇന്റർനെറ്റിൽ ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും. അത്തരം നെറ്റ്വർക്കിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു കളക്ഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സിന്റെ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആണ് ആക്ച്വലി എന്ത്? ഇന്റർനെറ്റ്. ഓക്കെ, അതിനകത്ത് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും. ദാറ്റ് സെർവ്സ് ദി യൂസേഴ്സ് ആൾ ഓഫ് ദി വേൾഡ്. ദാറ്റ് സെർവ് ദി യൂസേഴ്സ്, ആ നെറ്റ്വർക്ക് ആർക്ക് സെർവ് ചെയ്യുന്ന കാര്യങ്ങള്? ഓൾ ഓവർ ദി വേൾഡ്. വേൾഡിൽ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, വേൾഡിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന എല്ലാ യൂസർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെർവ് ചെയ്യാൻ സാധിക്കുന്ന എന്തിലൂടെ? ഇന്റർനെറ്റിലൂടെ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, വേൾഡ് വൈഡായി കിടക്കുന്ന ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് എന്ത് പറയുന്നത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻട്രാനെറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻട്രാനെറ്റ് ആണ്. എന്താണ് ഇൻട്രാനെറ്റ്? എ നെറ്റ്വർക്ക് പ്ലേസ്ഡ് ഇൻസൈഡ് എൻ ഓർഗനൈസേഷൻ ഓർ കമ്പനി. ഒരു ഓർഗനൈസേഷനകത്തോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്തോ പരസ്പരം നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന നെയിമാണ് എന്ത്? ഇൻട്രാനെറ്റ്. വൺസ് അഗെയിൻ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷൻ ഡിഫറെന്റ് ഓഫീസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഓഫീസിന്റെ അണ്ടറിനകത്ത് ആ ഒരു കമ്പനിക്കകത്ത് കംപ്ലീറ്റ് നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻട്രാനെറ്റ്. വൺസ് അഗൈൻ, ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനകത്തോ ഒരു കമ്പനിക്കകത്തോ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇന്റർനെറ്റ്. ഓക്കെ, ഈ ഇന്റർനെറ്റ് ഫോളോ ചെയ്യുന്ന ഏത് തന്നെയാണ്? TCP/IP എന്ന പ്രോട്ടോകോൾ ആണ് ഇതും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സെയിം ആസ് എന്തുപോലെ തന്നെയാണ്? ഇന്റർനെറ്റ് പോലെ തന്നെയാണ്, ബട്ട് പ്രൈവറ്റ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും ഇന്റർനെറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സ്ട്രാനെറ്റ് ആണ്. എന്താണ് എക്സ്ട്രാനെറ്റ്? ദി നെറ്റ്വർക്ക് ബിറ്റ്വീൻ വെൻഡേഴ്സ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സ്. വെൻഡേഴ്സും ബിസിനസ് പാർട്ട്നേഴ്സും നമ്മൾ എന്ത് വേണ്ടി വരും? കണക്ഷൻ വേണ്ടി വരും. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം അത്തരം ആളുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് സാധ്യമാണ്. അത്തരം നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് എക്സ്ട്രാനെറ്റ്. ഓക്കെ, അതായത് വെൻഡേഴ്സും ബിസിനസ് പാർട്ട്നേഴ്സും തമ്മിലുള്ള കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാനെറ്റ്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് നെറ്റ്വർക്കാണ്. ഏതൊക്കെയാണ്? ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇന്റർനെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക്. ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത്? ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്കകത്തോ ഒരു ഓർഗനൈസേഷനകത്തോ പ്ലേസ് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാനെറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ എക്സ്ട്രാനെറ്റ്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ വെൻഡേഴ്സും ബിസിനസ് പാർട്ട്നേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. ആ കേസിൽ അവർ തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. അതിന് പറയുന്ന പേരെന്താണ്? എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. ദി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഫോർ ഇന്റർനെറ്റ് കണക്ഷൻ. അതായത് എല്ലാ കേസും നമ്മൾ ഇന്റർനെറ്റ്
യൂസ് ചെയ്യാറുണ്ട്, ഇന്റർനെറ്റ് എടുക്കാറുണ്ട്, നമ്മളത് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ഹാർഡ്വെയർ ആണ്, എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഒരു ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, എ കമ്പ്യൂട്ടർ വിത്ത് NIC. NIC നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ, NIC സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നമുക്ക് വേണം. മാത്രമല്ല അതെന്ത് സപ്പോർട്ട് ചെയ്യണം? TCP/IP എന്ന പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് എലമെന്റ്. ഹാർഡ്വെയറിൽ വേണ്ടത് ഫസ്റ്റ് എലമെന്റ് കമ്പ്യൂട്ടർ സിസ്റ്റം വേണം. അതിനകത്ത് എന്ത് വേണം? NIC വേണം. ഈ NIC എന്ത് സപ്പോർട്ട് ചെയ്യണം? TCP/IP എന്ന പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. ഓക്കെ, അടുത്ത് വേണ്ടത് മോഡമാണ്. മോഡം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. ഓക്കെ, അങ്ങനത്തെ ഡിവൈസ് തീർച്ചയായിട്ടും നമ്മൾ കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, നെക്സ്റ്റ് ടെലിഫോൺ കണക്ഷൻ ആണ്. ഓക്കെ, ചുമ്മാ നമുക്ക് എന്ത് കിട്ടില്ല? നെറ്റ്വർക്ക് കിട്ടില്ല, ഇന്റർനെറ്റ് കിട്ടില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു ചാനൽ വേണം, ഒരു മീഡിയം വേണം. ഓക്കെ, ഈ മീഡിയം ആണ് എന്ത്? ടെലിഫോൺ കണക്ഷൻ. ഈ ടെലിഫോൺ കണക്ഷൻ എന്താവാം? വയർഡ് ആവാം, വയർലെസ് ആവാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു മീഡിയം വേണം. ഈ മീഡിയം എന്താണ്? ടെലിഫോൺ കണക്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, an internet account given by the internet service provider. ISP പ്രൊവൈഡ് ചെയ്യുന്ന നമുക്കൊരു അക്കൗണ്ട് വേണം. ഈ അക്കൗണ്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അപ്പം എന്ത് വേണം? ISP തരുന്ന ഒരു ഇന്റർനെറ്റ് അക്കൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. അതൊക്കെയാണ് സോഫ്റ്റ്വെയറിലേക്ക് ബ്രൗസർ വേണം, നെറ്റ് ബ്രൗസേഴ്സ് വേണം, അല്ലെങ്കിൽ ക്ലയന്റ് ആപ്ലിക്കേഷൻ ഫോർ ഇമെയിൽ, ചാറ്റ് ചെയ്യുന്നതിനോ ഇമെയിൽ പ്രോസസ് ചെയ്യുന്നതിനോ നമുക്ക് എന്ത് ചെയ്യണം? ക്ലയന്റ് ആപ്ലിക്കേഷൻസ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇന്റർനെറ്റിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൺസ് അഗെയിൻ, എ കമ്പ്യൂട്ടർ വിത്ത് NIC സപ്പോർട്ട് ചെയ്യുന്നതും, അതുപോലെ NIC എന്ത് സപ്പോർട്ട് ചെയ്യണം? TCP/IP എന്ന പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? മോഡം വേണം, ടെലിഫോൺ കണക്ഷൻ വേണം, ഇന്റർനെറ്റ് അക്കൗണ്ട് തീർച്ചയായിട്ടും വേണം. ആര് പ്രൊവൈഡ് ചെയ്യുന്ന? ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്ക് തരുന്ന എന്ത് വേണം? അക്കൗണ്ട് വേണം. എന്താണ് ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ? ഇപ്പൊ നോർമൽ കേസ് നമ്മൾ ഇന്റർനെറ്റ് റീചാർജ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് തരുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയാണ് എന്ത്? ഏഷ്യാനെറ്റ് ആകാം, അല്ലെങ്കിൽ BSNL ആകാം, ഐഡിയ ആകാം, ജിയോ ആകാം. ഒക്കെ എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പൊ അവരുടെ അണ്ടറിൽ നമുക്ക് എന്ത് വേണം? ഒരു അക്കൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ, ബ്രൗസർ, വെബ് പേജ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് നമുക്ക് വേണം. അതുപോലെ ക്ലയന്റ് ആപ്ലിക്കേഷൻ ഫോർ ഇമെയിൽ ആൻഡ് ചാറ്റ്. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലയന്റ് ആപ്ലിക്കേഷൻസും നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി ആണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റർനെറ്റിനെ കണക്ട് ചെയ്യാൻ സാധിക്കും? ഓക്കെ, ഏതൊക്കെ നോക്കാം. ബേസ്ഡ് ഓൺ ദി സ്പീഡ് ഓഫ് ദി കണക്ഷൻ ആൻഡ് ടെക്നോളജി, ദി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു. അതായത് ബേസ്ഡ് ഓൺ ദി സ്പീഡ്, ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഡ്, അതുപോലെ കണക്ഷൻ ടെക്നോളജി, ഏത് രീതിയിലാണ്, ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഡയലപ്പ് കണക്ടിവിറ്റി, നെക്സ്റ്റ് വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, നെക്സ്റ്റ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റിന്റെ സ്പീഡ്, കണക്ഷൻ ടെക്നോളജി എന്നിവയെ ബേസ് ചെയ്ത് നമുക്ക് മൂന്ന് രീതിയിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഡയലപ്പ് കണക്ടിവിറ്റി, വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. പിന്നെ മൂന്ന് രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റിനെ നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് ഏതാണ്? ഡയലപ്പ് കണക്ടിവിറ്റി. എന്താണ് ഡയലപ്പ് കണക്ടിവിറ്റി? ജസ്റ്റ് നോക്കാം. ഇറ്റ് യൂസസ് ദി കൺവെൻഷണൽ ടെലിഫോൺ ലൈൻ ആൻഡ് ഡയലപ്പ് മോഡ്. ഇതിന്റെ പ്രത്യേകം എന്താണ്? ഇതിനെ മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, സാധാ കേസിൽ യൂസ് ചെയ്യുന്ന ടെലിഫോൺ ലൈനാണ്. ഓക്കെ, മാത്രമല്ല ഇതിന് സ്പെഷ്യൽ മോഡം വേണം. ആ മോഡം ആണ് ഡയലപ്പ് മോഡം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു ടെലിഫോൺ ലൈൻ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടെലിഫോൺ ലൈൻ വേണം. മാത്രമല്ല ഡയലപ്പ് മോഡം നമുക്ക് ഈ കണക്ഷന് വേണം. ഓക്കെ, ദി കണക്ഷൻ ഈസ് മെയ്ഡ് ബൈ ഡയലിംഗ് ആൻഡ് ഇറ്റ് ടേക്സ് ടൈം ടു കണക്ട് ടു ദി സെർവർ. ഓക്കെ, അതായത് ദി കണക്ഷൻ ഈസ് മെയ്ഡ് ബൈ ഡയലിംഗ്.
എപ്പോഴാണോ നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമുള്ളത് ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഡയൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്റർനെറ്റ് സെർവറായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, എപ്പോഴാണോ ആവശ്യമുള്ള ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയൽ ചെയ്യുന്ന സെർവറിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി അതിന്റെ സ്പെസിഫിക്കേഷൻ മാക്സിമം സ്പീഡ് അപ് ടു 56 കിലോബൈറ്റ്സ് പെർ സെക്കൻഡ്. മാക്സിമം സ്പീഡ് എത്രയാണ്, 56 kbps ആണ്. അത്രയും നമുക്ക് അതിൽ അവൈലബിൾ ആവുന്നത്. ഓക്കെ, അതിന്റെ സ്ലോ കണക്ഷൻ ആണ്, സ്പീഡ് കുറവാണ്. നെക്സ്റ്റ് എന്താണ്, ലോ കോസ്റ്റ്ലി ആണ്. വളരെ കുറഞ്ഞ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് സാധിക്കും. കാരണം നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള ആ സമയം മാത്രം നമ്മൾ ഇന്റർനെറ്റ് സെർവറിലേക്ക് കണക്ട് ചെയ്യപ്പെടും, നെറ്റ്വർക്കിന്റെ ഭാഗമായി തീരുന്നുള്ളൂ. എല്ലായ്പ്പോഴും നമ്മൾ എന്തില്ല, നെറ്റ്വർക്കിന്റെ ഭാഗമാവുന്നില്ല. അതുകൊണ്ട് ലെസ് കോസ്റ്റ്ലി ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് റിക്വയർ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ടെലിഫോൺ ലൈൻ. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫിസിക്കൽ ടെലിഫോൺ ലൈൻ നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻകമിംഗ് ആയിട്ട് വരണം. ഓക്കെ, ആ കണക്ഷൻ എവിടെ കൊടുക്കുന്ന, നമ്മള് മോഡത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, മോഡ് എന്താ ചെയ്യുന്നത്, ആ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഓക്കെ, അതോടെ നമുക്ക് എന്ത് സിസ്റ്റത്തിൽ എന്ത് അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് അവൈലബിൾ ആവുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് കണക്ടിവിറ്റി മെത്തേഡ്. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ഏതാണ്, ഡയൽ-അപ്പ് കണക്ടിവിറ്റി. ഓക്കെ, വൺസ് അഗൈൻ ഒന്നുകൂടി പറയാം. ഇറ്റ് യൂസസ് ദി കൺവെൻഷണൽ ടെലിഫോൺ ലൈൻ ആൻഡ് ഡയൽ-അപ്പ് മോഡൽ. ഇതെന്താ യൂസ് ചെയ്യുന്നത്, സാധാ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല എന്ത് വേണം, ഒരു ഡയൽ-അപ്പ് മോഡം വേണം. ഓക്കെ, ദി കണക്ഷൻ ഈസ് മെയ്ഡ് ബൈ, കണക്ഷൻ എപ്പോഴാണ് മെയ്ഡ് ചെയ്യുന്നത്, ഡയലിംഗ്. യൂസർ എപ്പോഴാണോ ഡയൽ ചെയ്യുന്ന ആ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, മാക്സിമം സ്പീഡ് എത്രയേ ഉള്ളൂ, 56 kbps ഉള്ളൂ. സ്ലോ കണക്ഷൻ ആണ്, ലെസ് കോസ്റ്റ്ലി ആണ്. ആൻഡ് ഇറ്റ് റിക്വയർ, തീർച്ചയായിട്ടും എന്ത് വേണം, എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദി ടെലിഫോൺ ലൈൻ. ഓക്കെ, ഫിസിക്കലായിട്ട് ഒരു ടെലിഫോൺ ലൈൻ തീർച്ചയായിട്ടും നമുക്ക് വേണം. ഓക്കെ, ഇനി അടുത്ത കണക്ടിവിറ്റി മെത്തേഡാണിത്, വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ ഫിസിക്കലായിട്ട് കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് ആൾവേസ് ഓൺ കണക്ഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ സമയവും നമ്മൾ ഇന്റർനെറ്റിന്റെ ഭാഗമായിരിക്കും, എല്ലാ ടൈമും നമ്മൾ ഇന്റർനെറ്റ് ഓൺ ആയിട്ടിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത, വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ പ്രത്യേകത. ഇറ്റ് ഹെൽപ്സ് ടു കണക്ട് എ ഹയർ ഡാറ്റ റേറ്റ്. ഓക്കെ, ഹയർ ഡാറ്റ റേറ്റ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഏത്, വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഡു നോട്ട് നീഡ് ടു ബി ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഫുൾ ടൈം നമ്മൾ എന്തിന്റെ ഭാഗമാണ്, ഇന്റർനെറ്റിന്റെ ഭാഗമായി കിടക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയൽ-അപ്പ് കണക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴാണോ ആവശ്യമുള്ള ആ ടൈമിൽ നമ്മൾ നിന്ന് ഡയൽ ചെയ്യുന്നു, ഇന്റർനെറ്റിന്റെ ഭാഗമായി തീരുന്നു. ഇവിടെ അങ്ങനെയല്ല, ആൾവേസ് നമ്മൾ എന്താണ്, ഇന്റർനെറ്റിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആവശ്യമില്ല, സെപ്പറേറ്റ് ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, ഇറ്റ് യൂസസ് ബ്രോഡ്ബാൻഡ് മോഡം. ഇവിടെ നമ്മൾ ഏത് മോഡമാണ് യൂസ് ചെയ്യുന്നത്, ബ്രോഡ്ബാൻഡ് മോഡമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ സപ്പോർട്ട് ഡാറ്റ ആൻഡ് വോയിസ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ ഡാറ്റയെ സപ്പോർട്ട് ചെയ്യും, വോയിസിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത, വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ പ്രത്യേകത. ഓക്കെ, ഇനി ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്, കമ്പാരിസൺ ബിറ്റ്വീൻ ഡയൽ-അപ്പ് ആൻഡ് വയർഡ് ബ്രോഡ്ബാൻഡ്. ഓക്കെ, ഡയൽ-അപ്പിനകത്ത് എന്താ സംഭവിക്കുന്നത്, സ്ലോ കണക്ഷൻ, സ്പീഡ് അപ് ടു 56 kbps. ഓക്കെ, അതേസമയം വയർഡ് ബ്രോഡ്ബാൻഡിലെ ഹൈ സ്പീഡാണ്, ഹയർ ദാൻ 256 കിലോബൈറ്റ് പെർ സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിക്വയറിംഗ് ഡയലിംഗ്. ഡയൽ-അപ്പിൽ നമുക്ക് എന്ത് വേണം, ഡയൽ ചെയ്യണം ഇന്റർനെറ്റിലേക്ക് കയറണമെങ്കിൽ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആൾവേസ് ഓൺ, ഫുൾ ടൈം എന്താണ്, ഓൺ ആണ്. നെക്സ്റ്റ് യൂസ് ടെലിഫോൺ ലൈൻ. ഡയൽ-അപ്പിൽ തീർച്ചയായിട്ടും വേണം, ഫിസിക്കലായിട്ട് ടെലിഫോൺ ലൈൻ വേണം. വയർഡ് ലോ യൂസ് വോയിസ് ആൻഡ് ഇന്റർനെറ്റ്. ഒരേ സമയം വോയിസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിനും ഡാറ്റയും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, യൂസ് ഡയൽ-അപ്പ് മോഡം. ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ഡയൽ-അപ്പ് മോഡം യൂസ് ചെയ്യണം. ഇവിടെയോ ബ്രോഡ്ബാൻഡ് മോഡം യൂസ് ചെയ്യണം. അതാണ് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. ഏതൊക്കെയാണ്, ഡയൽ-അപ്പ് കണക്ഷനും വയർഡ് ബ്രോഡ്ബാൻഡും തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ഓർത്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം. ഓക്കെ, ഇനി നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോപ്പുലറായി യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ടെക്നോളജീസിനെ കുറിച്ചാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം മൂന്നാമത്തെ കണക്ടിവിറ്റി മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ആണ്. ഏതൊക്കെയാണ്, ഇന്റർനെറ്റ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, ISDN, ഇന്റർനെറ്റ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്.
Okay. Next, cable internet. Next, digital subscriber line, DSL. Next one, lease line. Next, fiber to home എന്ന ടെക്നോളജി. അങ്ങനെ ഇത്രയും ടെക്നോളജീസ് ആണ് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ്. ഓക്കെ, ഈ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തേക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ISD ആണ്. ISD എന്തൊക്കെയാ പ്രത്യേകത? ക്യാൻ സപ്പോർട്ട്സ് വോയിസ് ആൻഡ് ഡാറ്റ. ഒരേ സമയം വോയിസിനെയും ഡാറ്റയും സപ്പോർട്ട് ചെയ്യുന്ന. നെക്സ്റ്റ്, 1 line ഫോർ വോയിസ് ആൻഡ് അനദർ ഫോർ ഡാറ്റ. ഒരു ലൈൻ എന്തിനു യൂസ് ചെയ്യുന്ന? വോയിസിന് യൂസ് ചെയ്യുന്ന, ഒരു ലൈന് ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, സ്പീഡാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അപ് ടു 2 Mbps ആണ്. അത്രയും കപ്പാസിറ്റി, അത്രയും സ്പീഡ് ആർക്കുണ്ട്? ISD എന്നുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തത് കേബിൾ ഇന്റർനെറ്റ് ആണ്. പ്രത്യേകം നോക്കാം. യൂസിംഗ് കോയാക്സിൽ കേബിൾ ഫോർ ടെലിവിഷൻ സിഗ്നൽ ട്രാൻസ്മിഷൻ ടു അവർ ഹോം. നമ്മുടെ വീട്ടിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കാൻ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോയാക്സിൽ കേബിളാണ് ഇവിടെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് കേബിൾ മോഡം. സ്പെഷ്യൽ മോഡാണ് എന്ത്? കേബിൾ മോഡം. ആ കേബിൾ മോഡം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, അതായത് സ്പീഡ് എത്രയാണ്? 1 Mbps to 10 Mbps. സ്പീഡ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് DSL സ്പെസിഫിക്കേഷൻ നോക്കാം. പ്രൊവൈഡ്സ് ദി കണക്ഷൻ ത്രൂ ദി സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻ. സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻ വഴി തന്നെയാണ് നമുക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാൻ സപ്പോർട്ട് ഇന്റർനെറ്റ് ആൻഡ് വോയിസ്. ഒരേ സമയം ഇന്റർനെറ്റിനെയും വോയിസിനെയും സപ്പോർട്ട് ചെയ്യുന്നു, ഡാറ്റയെയും വോയിസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്പീഡ് എത്ര പറയുന്നത്? 256 kbps to 24 Mbps ആണ് സ്പീഡ് റേഞ്ച് പറയുന്നത്. നെക്സ്റ്റ്, റിക്വയർ ADSL മോഡം. സ്പെഷ്യൽ മോഡം ഉണ്ട്. ആ മോഡത്തിന്റെ പേരാണ് ADSL മോഡം. തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യണം. ആൻഡ് പോപ്പുലർ ഇൻ ഇന്ത്യക്കകത്ത് പോപ്പുലർ യൂസ് ചെയ്യുന്ന കണക്ടിവിറ്റി ടെക്നോളജിയാണ് DSL. ഓക്കെ, നെക്സ്റ്റ്, ലീസ് ലൈൻ. സ്പെഷ്യൽ കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ഷനാണ് ലീസ് ലൈൻ. ഇറ്റ് യൂസസ് ഡെഡിക്കേറ്റ് ലൈൻ. സ്പെഷ്യൽ കേബിൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ISP പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ കേബിൾ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ വരുന്ന ഈ കേബിൾ ലൈൻ വഴിയാണ് ഇന്റർനെറ്റ് കണക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യൂസ്ഡ് ഇൻ ബിസിനസ്, ലാർജ് എന്റർപ്രൈസസ്. എവിടെ യൂസ് ചെയ്യുന്നത്? ബിസിനസ് ഏരിയയിലും അതുപോലെ വലിയ വലിയ കമ്പനികളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ്ലി ആണ്. ദെൻ സ്പീഡ് എത്രയാ? 2 Mbps to 100 Mbps ആണ് സ്പീഡ് റെഫർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, FTTH, ഫൈബർ ടു ദി ഹോം എന്നാണ് പറയുന്നത്. ഇറ്റ് യൂസസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഇവിടെ നമ്മൾ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ് ആൻഡ് ലോ എറർ റേറ്റ്. ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്, പക്ഷേ എറേഴ്സ് കുറവായിരിക്കും. ഹൈ സ്പീഡ് കണക്ടിവിറ്റി. ഹൈ സ്പീഡ് കണക്ടിവിറ്റി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫൈബർ ടു ദി ഹോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡയൽ-അപ്പ് കണക്ടിവിറ്റി, സെക്കൻഡ് വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, തേർഡ് വൺ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ദി സെയിം സ്പീഡ് ആസ് ദാറ്റ് ഓഫ് വയർഡ് ബ്രോഡ്ബാൻഡ്. വയർഡ് ബ്രോഡ്ബാൻഡ് അതേ സ്പീഡ് എന്നാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ചെയ്യുന്നത്. ഓക്കെ, ദി പോപ്പുലർ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആർ ഏതൊക്കെയാന്ന് നോക്കാം. പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഏതൊക്കെയാണ്? മൊബൈൽ ബ്രോഡ്ബാൻഡ് ഉണ്ട്, വൈമാക്സ് ഉണ്ട്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഉണ്ട്, വൈഫൈ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഏതാണ്? അതിൽ ഫസ്റ്റ് ഏതാണ്? മൊബൈൽ ബ്രോഡ്ബാൻഡ് ആണ്. ഓക്കെ, മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മൊബൈൽ ഫോൺ, USB വയർലെസ് മോഡം, ടാബ്ലറ്റ് ഓർ അതർ മൊബൈൽ ഡിവൈസ്. എല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, USB വയർലെസ് മോഡം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഡിവൈസിലൂടെ നമുക്ക് എന്ത് പറ്റും? ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തൊക്കെ പ്രത്യേകത? ഇറ്റ് ഓഫർ ദി ഫ്രീഡം ടു അലോ ദി യൂസർ ടു ആക്സസ് ദി ഇന്റർനെറ്റ് ഫ്രം എനിവർ ഓൺ ദി മൂവ്. അതായത് ഇത്രയേ ഉള്ളൂ. മൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എന്താണ്? മൊബൈൽ ഫോൺ ആണുള്ളത്, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണുള്ളത്. അപ്പൊ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാത്രയിലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് യൂസസ് സെല്ലുലാർ നെറ്റ്വർക്ക് ഫോർ മൊബൈൽ ഫോൺ. സെല്ലുലാർ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സ്പീഡ് ഡിപ്പെൻഡ് ഓൺ ദി ജനറേഷൻ ഓഫ് ദി ടെക്നോളജി.
ഇതിൽ യൂസ് ചെയ്യുന്ന സ്പീഡ് യൂസ് ചെയ്യുന്ന ജനറേഷൻ ടെക്നോളജി ബേസ് ചെയ്തിരിക്കും. അത് 2G ആവാം, 3G ആവാം, 4G ആവാം. ഓക്കെ, അപ്പോൾ 4G പറഞ്ഞാൽ ഹൈ സ്പീഡ്, 5G പറഞ്ഞാൽ അതിലും കൂടുതൽ സ്പീഡ്. ആ രീതിയിൽ സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേഷൻ ടെക്നോളജിയെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ വൈമാക്സ് ആണ്, വേൾഡ് വൈഡ് ഇന്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോ ആക്സസ് എന്നാണ് പറയുന്നത്. വൈമാക്സ് നമ്മൾ പറഞ്ഞ ടെക്നോളജിയാണ്, പഠിച്ച ടെക്നോളജിയാണ്. ടു ഓഫർ ദി മാൻ വിച്ച് ക്യാൻ പ്രൊവൈഡ് ഡിസ്റ്റൻസ് 50 കിലോമീറ്റർ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ്. 50 കിലോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്പീഡ് അപ് ടു 70 Mbps ആണ് സ്പീഡ് ഓഫർ ചെയ്യുന്നത്. ഇറ്റ് നീഡ്സ് വൈമാക്സ് ഹാൻഡ്സെറ്റ്സ്, USB ഡോങ്കിൾ വേണം. അതുപോലെ എന്താണ്, വൈമാക്സ് ഹാൻഡ്സെറ്റ്സ് നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ആണ്. ദി കണക്ടിവിറ്റി ഈസ് പ്രൊവൈഡ് ത്രൂ എ സാറ്റലൈറ്റ്. ഇതിലൂടെ കണക്ടിവിറ്റി ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴിയാണ് കണക്ഷൻ തരുന്നത്. ദി ഡൗൺലോഡ് സ്പീഡ് അപ് ടു 1 Gbps ആണ്. ഡൗൺലോഡ് സ്പീഡ് അത്രയും വരും, 1 GB വരുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ്. യൂസിംഗ് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അതുപോലെ ബാങ്കുകളാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഇന്റർനെറ്റ് ആക്സസിംഗ് ഷെയറിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഒരു ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റർനെറ്റ് എങ്ങനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. An internet connection can be shared among several computer using. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് എടുത്തിട്ട് ആ ഇന്റർനെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സിസ്റ്റത്തിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ്ലി ടേക്ക് 1 ഇന്റർനെറ്റ് കണക്ഷൻ ടു എ 1 സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത്. ദെൻ ഷെയർ ദിസ് കണക്ഷൻ ടു അതർ സിസ്റ്റം ത്രൂ ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലൂടെ ഈ ഇന്റർനെറ്റിനെ മറ്റു സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്, യൂസിംഗ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. യൂസിംഗ് വൈഫൈ നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിനെ ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. ആൻഡ് യൂസിംഗ് ലിഫി മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് മെത്തേഡ് എന്താണ്, യൂസിംഗ് ലാൻ ആണ്. ലാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ എക്സ്റ്റേണൽ പ്രോക്സി സെർവർ സോഫ്റ്റ്വെയർ ഓർ റൗട്ടർ സിസ്റ്റം. ഇതെങ്ങനെ പോസിബിൾ ആവുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രോക്സി സെർവർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റൗട്ടർ സിസ്റ്റം യൂസ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാനിനെ ഷെയർ ചെയ്യാം. ലാനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് യൂസിംഗ് വൈഫൈയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കേസുകളാണ്. ഓക്കെ, ഇറ്റ്സ് എ പോപ്പുലർ ഷോർട്ട് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാൻസ്മിഷൻ യൂസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഫി ഷോപ്സ്, ഷോപ്പിംഗ് മാൾസ് അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ഇന്റർനെറ്റിനെ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വൈഫൈ മെത്തേഡ്. ദി മെയിൻ ആക്സസ് പോയിന്റ് ഈസ് കാൾഡ് ഹോട്ട്സ്പോട്ട്. മെയിൻ പോയിന്റ് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ പോയിന്റിനെ പറയുന്ന പേരാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ദി റേഞ്ച് അബൌട്ട് 100 meters. 100 meters റേഞ്ചിൽ ഇത് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, ലെസ് സെക്യൂരിറ്റി കുറവാണ്. യൂസിംഗ് ലിഫി മെത്തേഡ്, ലൈറ്റ് ഫിഡിലിറ്റി is a fast optical version of Wi-Fi. വൈഫൈയുടെ ഫാസ്റ്റ് ഒപ്റ്റിക്കൽ വേർഷൻ നമുക്ക് എന്താണ്, ലിഫി മെത്തേഡ് എന്ന് പറയുന്നത്, ലിഫി ടെക്നോളജി എന്ന് പറയുന്നത്, ലൈറ്റ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് വിസിബിൾ ലൈറ്റ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്മിഷൻ യൂസ് വിസിബിൾ ലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് ലൈറ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, LED അത് ട്രാൻസ്മിഷൻ സൈഡ്. ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ LED യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോട്ടോ ഡയോഡ് ഈ യൂസിൽ അറ്റ് റിസീവിംഗ് സൈഡ്. ഈ ലൈറ്റിനെ വീണ്ടും ഡിജിറ്റലി കൺവേർട്ട് ചെയ്യണം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ റൈറ്റ് എത്രയാണ്, ഓവർ 100 Mbps ആണ് സ്പീഡ്. ഹൈ ബാൻഡ് വിഡ്ത്ത് ആണുള്ളത്. ആൻഡ് യൂസിങ് എയർക്രാഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റൽ. കോമൺ ആയി യൂസ് ചെയ്യുന്നത് എവിടെയാണ്, എയർക്രാഫ്റ്റിലോ ഹോസ്പിറ്റലിലാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.